ഇപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ചിലന്തി നിങ്ങളെ കടിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ സ്പൈഡർമാനെ പോലെ മതിലുകൾ കയറാനും വലയുപയോഗിച്ച് കാറ് പിടിച്ചു നിർത്തുവാനും പറ്റിയ സൂപ്പർ പവറായി എഴുന്നേൽക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം അകത്തു നിന്ന് തന്നെ നശിച്ചു തുടങ്ങുമോ? ഇത് കേൾക്കുമ്പോൾ അതിര് കടന്ന നാടകീയതയായി തോന്നും. പക്ഷേ ഇത് വെറും കോമിക് ബുക്ക് ആരാധകരുടെ കൽപ്പന മാത്രമല്ല. ഇത് ജനിതക മാറ്റങ്ങൾ, വികിരണം, മനുഷ്യ ശരീരത്തിൻ്റെ അതിരുകൾ തുടങ്ങിയ യഥാർത്ഥ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ന് നമ്മൾ പീറ്റർ പാർക്കറിൻ്റെ ആ മാറ്റത്തിൻ്റെ മിഥ്യാഭാവനകളെയെല്ലാം പൂർണ്ണമായും തകർത്ത് യഥാർത്ഥ ശാസ്ത്രം വെളിപ്പെടുത്താനാണ് പോകുന്നത്. ഒരു റേഡിയോ ആക്റ്റീവ് ചിലന്തി നിങ്ങളെ കടിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? കോമിക്സിൽ ഇതെല്ലാം എളുപ്പമാണ്. പീറ്റർ പാർക്കറിന് സ്പൈഡറിൻ്റെ കടിയേറ്റ് പനി വന്നു. തൊട്ടടുത്ത ദിവസം തന്നെ സൂപ്പർ ഹ്യൂമൻ റിഫ്ലക്സും അമാനുഷിക ശക്തിയും മതിലുകൾ കയറാനുള്ള കഴിവും നേടി. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കടിയേറ്റ് കഴിഞ്ഞാൽ വേദന, തലചുറ്റൽ, അപ്രതീക്ഷിതമായ പ്രതികരണങ്ങൾ, ചിലപ്പോൾ ഇതിനേക്കാളും ഭയാനകമായ ഫലങ്ങൾ വരാം. ആദ്യം നമുക്ക് വികിരണത്തെക്കുറിച്ച് ചിന്തിക്കാം. അയണൈസിംഗ് റേഡിയേഷൻ എന്നത് സെല്ലിനുള്ളിലുള്ള DNA നേരിട്ട് നശിപ്പിക്കാൻ പോലും കഴിയുന്ന ശക്തിയുള്ളതാണ്. പക്ഷേ ഈ മാറ്റങ്ങൾ അപ്ഗ്രേഡുകളല്ല, അവ അവസ്ഥകളാണ്. അതിസങ്കീർണമായ സ്വിസ് വാച്ചിനുള്ളിൽ ഒരു സ്ക്രൂ ഡ്രൈവർ തള്ളിക്കയറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അതെല്ലാം തകരും. ചെർണോബിൽ, ഹിരോഷിമ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ജീവനക്കാരുടെ ശരീരങ്ങളിൽ ഈ വികിരണത്തിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ക്യാൻസർ, വന്ധ്യത, പ്രതിരോധ വ്യവസ്ഥകളുടെ തകരാറ്, ജനിതക വ്യതിയാനങ്ങൾ. പക്ഷേ ഇവയിൽ ഒന്നും സൂപ്പർ പവർ ആകുന്നില്ല. അതുപോലെ ആ സ്പൈഡറും അത്രയും വികിരണം ലഭിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ ജീവൻ നിലനിർത്തുവാൻ സാധ്യത വളരെയേറെ കുറവാണ്. എട്ടുകാലികൾ അത്രയും ശക്തരല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു സ്പൈഡറിൻ്റെ DNA നിങ്ങളിലേക്ക് പെട്ടെന്ന് കയറി വന്ന് നിങ്ങളുടെ ജനിതക കോഡ് മാറ്റുന്നു എന്ന് കരുതുന്നത് ശാസ്ത്രീയപരമായി അസാധ്യമായ കാര്യമാണ്. അപ്പോൾ സ്പൈഡറിൻ്റെ വിഷമോ? സ്പൈഡർമാൻ കഥകളിൽ വിഷം വളരെയേറെ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എട്ടുകാലി വിഷം എന്നത് ഇരയെ പാരലൈസ് ചെയ്യാനോ ദഹിപ്പിക്കാനോ ഉള്ള രാസപദാർത്ഥങ്ങളുടെ മിശ്രിതങ്ങൾ മാത്രമാണ്. ചിലത് കടുത്ത വേദനയും, ചിലത് മാംസകോശം നശിപ്പിക്കലും, ചിലത് മരണകാരണം വരെയാകാം. പക്ഷേ മനുഷ്യരിൽ ആരും ഇതിലൂടെ മതിലുകൾ കയറാനുള്ള കഴിവോ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളോ നേടിയതായി കേട്ടിട്ടേയില്ല. മനുഷ്യനാകെ വേദനയും മുറിപ്പാടുകളും മാത്രമേ ലഭിക്കൂ. ഈ ചിലന്തി വിഷത്തിൽ DNA ഇല്ല. അതിലൂടെ നിങ്ങളുടെ ജനിതക കോഡ് മാറുകയുമില്ല. അതൊരു കെമിക്കൽ ആയുധമാണ്. ഇനി നമുക്ക് പൂർണ്ണമായ അസാധാരണ കാര്യം ചിന്തിക്കാം. ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കൊടിയ വിഷത്തോടെ നിങ്ങളെ വന്ന് കടിക്കുന്നു എന്ന് കരുതുക. നിങ്ങളുടെ ശരീരം അതെല്ലാം സ്വീകരിക്കുന്നു. ഇതിൻ്റെ ഫലമായി നല്ല എന്തെങ്കിലും കാര്യം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടാകുമോ? നിങ്ങൾ ആ സമയത്ത് സ്പൈഡർമാനായി മാറുന്നതിന് മുൻപ് തന്നെ ഇൻഫെക്ഷൻ കൊണ്ടോ ഷോക്ക് കൊണ്ടോ മരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ്റെ ജനനം എന്ന കഥ ശാസ്ത്രീയമായി സാധ്യമല്ല. ഇനി നമുക്ക് ഈ കഥ മാറ്റിവെച്ചിട്ട് സ്പൈഡർമാൻ്റെ പവറുകൾ നോക്കാം. അവ യഥാർത്ഥത്തിൽ സാധ്യമായിരിക്കുമോ? നിങ്ങൾ മതിലുകൾ കയറുന്നു, കെട്ടിടങ്ങൾക്കിടയിലൂടെ വല വീശി പറന്ന് നടക്കുന്നു, കാറ് നിർത്തുന്ന വിധത്തിൽ അത്രത്തോളം ശക്തരാണ് നിങ്ങൾ. വീഡിയോ ഗെയിം പോലെ റിഫ്ലക്സുകൾ ഉള്ളവർ. ഇതെല്ലാം വളരെയേറെ അത്ഭുതകരമാണ്. പക്ഷേ ഇത് ജീവശാസ്ത്രപരമായി സാധ്യമായിരിക്കുമോ? ആദ്യം മതിലുകൾ കയറുന്ന കാര്യം നോക്കാം. എട്ടുകാലികൾ നിഷ്പ്രയാസം ഇതേ പ്രതലത്തിലൂടെ വേഗതയിൽ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പൈഡറുകൾക്ക് ഇത് സാധ്യമാകുന്നത് അവരുടെ ശരീരത്തിലുള്ള ലക്ഷക്കണക്കിന് ചെറുമുടികൾ കൊണ്ടാണ്. അവ വളരെയേറെ ചെറുതായി വിഭജിച്ച് വാണ്ടർവാൾസ് ഫോഴ്സ് ഉപയോഗിച്ച് ഉപരിതലത്തിൽ പറ്റിപ്പിടിക്കുന്നു. അത് സ്പൈഡറിൻ്റെ ഭാരം പൊരുത്തപ്പെടുത്തുന്ന രീതിയിൽ നന്നായി പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത് മനുഷ്യർക്ക് പ്രയോഗിക്കുവാൻ ശ്രമിച്ചാൽ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ശരീരത്തിൻ്റെ 40% ഭാഗം കൈകൾ, കാലുകൾ, നെഞ്ച് എന്നിവ അടക്കം ചേർന്ന് പിടിക്കുവാൻ അനുയോജ്യമായ നിരപ്പായ ഉപരിതലമായിരിക്കണം. ഓരോ ചുവടിലും മതിലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലും വലിയ പ്രയാസമായിരിക്കും. കാരണം ശരീരഭൗതികശാസ്ത്രം അതനുസരിച്ച് പ്രവർത്തിക്കില്ല. പീറ്റർ പാർക്കർ തൻ്റെ സ്വന്തം വെബ് സ്യൂട്ടുകൾ കണ്ടുപിടിക്കുന്നത് അതിനാലാണ്.
മനുഷ്യർക്ക് സ്പിനറേറ്റുകൾ എന്ന വല നിർമ്മിക്കുന്ന ഗ്രന്ഥികൾ ഇല്ല എന്ന് നമുക്കറിയാം. ശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും സ്പൈഡറിൻ്റെ ജീനുകൾ ആടുകളിലേക്ക് ചേർത്ത് അവരുടെ പാലിൽ സിൽക്ക് നിർമ്മിക്കുവാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ കെട്ടിടങ്ങൾക്കിടയിലൂടെ വല വീശി അമിത വേഗതയിൽ പാഞ്ഞു പോകുന്നതിനുള്ള ശക്തിയും മൃദുത്വവും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതുപോലും ലഭിച്ചു എന്ന് കരുതിയാൽ ആ യാത്രയിലുണ്ടാകുന്ന ആഘാതങ്ങൾ മനുഷ്യ ശരീരത്തിന് താങ്ങാനാകില്ല. ഫൈറ്റർ പൈലറ്റുമാർക്ക് 9G വേഗതയിൽ ബോധം വരെ നഷ്ടമാകും. ഇത്രയും ഫോഴ്സ് ദിവസങ്ങളിൽ പലതവണ നിങ്ങളുടെ തോൾമുട്ട് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ലിഗ്മെൻറ്റുകളെല്ലാം പൊട്ടിപ്പോയി ചുമലുകൾ തകരും. ഒറ്റയാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആശുപത്രിയിലായിരിക്കും ഈ യാത്രയുടെ അവസാനം. സൂപ്പർ ശക്തിയും ഇതുപോലെ അസാധ്യമാണ്. സ്പൈഡറുകൾ അവരുടെ വലിപ്പത്തിനനുസരിച്ച് ശക്തന്മാരാണ്. കാരണം അവ ഹൈഡ്രോളിക് സമ്മർദ്ദം ഉപയോഗിച്ചാണ് ചാടുന്നത്. മനുഷ്യ ശരീരം ഇതിനുള്ള രീതിയിലല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കാർ ഉയർത്തണമെങ്കിൽ നിങ്ങളുടെ മസിലുകൾ സ്പൈഡർ സിൽക്കിൻ്റെ ശക്തിയിലായിരിക്കണം. അതായത് പൂർണ്ണമായൊരു മനുഷ്യ ശരീര പുനർനിർമ്മാണം തന്നെ വേണം. സ്പൈഡർമാനെ പോലെ പ്രതികരിക്കണമെങ്കിൽ നാഡീവ്യവസ്ഥ അതിവേഗതയിൽ പ്രവർത്തിക്കണം. അതായത് സൂപ്പർ സ്പീഡ് സ്നാപ്സുകൾ. ഇപ്പോഴുള്ള മനുഷ്യ ശരീരത്തിൽ ഇത് അസാധ്യമാണ്. അത്രയും എനർജി ആവശ്യമായാൽ മനുഷ്യൻ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തളർന്നു വീഴും. പക്ഷേ ഇവയെല്ലാം സാധ്യമെന്ന് കരുതിയാലും മറ്റൊരു വലിയ ചോദ്യം ബാക്കിയാണ്. നിങ്ങളുടെ ശരീരം അത് ഓരോ ദിവസവും സഹിക്കുമോ? മതിലുകൾ കയറൽ, കുറ്റവാളികളെ നേരിടൽ, കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള വേഗതയിലുള്ള സഞ്ചാരം, ഈ ജീവിതം ശരീരത്തിനുണ്ടാക്കുന്ന സമ്മർദ്ദം അതിരില്ലാത്തതാണ്. ഓരോ പറക്കലിലും കൈകളും തോൾമുട്ടിനും അസഹ്യമായ സമ്മർദ്ദം. ഒരു തെറ്റായ പറക്കൽ സംഭവിച്ചാൽ കൈ പോലും ഒടിഞ്ഞു പോകും. മതിലുകൾ കയറുന്നതുകൊണ്ട് വിരലുകളിൽ സ്ഥിരമായ സമ്മർദ്ദം, ഘർഷണം, വേദന, ബ്ലിസ്റ്ററുകൾ, നാഡീനാശം ഇതുവരെ സംഭവിക്കാം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കൈകളിൽ സംവേദന ശക്തി പോലും നഷ്ടപ്പെടാം. ഫൈറ്റിങ്ങിലും ഇതുപോലെ തന്നെ പലതും സംഭവിക്കും. ഓരോ ഇടിയിലും അസ്ഥികൾ പൊട്ടൽ, കൺകഷൻ, ആന്തരിക പരിക്ക് ഇതെല്ലാം സാധാരണയായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വർഷങ്ങളോളം പരിശീലനം നടത്തുന്ന പ്രൊഫഷണൽ ഫൈറ്റർമാർക്ക് പോലും ഇതൊന്നും സഹിക്കാനാകില്ല. അപ്പോൾ 24 മണിക്കൂറും സൂപ്പർ ഹീറോയായി ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? ഏകദേശം 10,000 കലോറിയോളം പ്രതിദിനം ആവശ്യമുണ്ടായി വരും. അതിലൊന്നു കുറച്ചാൽ പോലും ക്ഷീണം, തളർച്ച, ബോധം പോകൽ ഇതെല്ലാമായിരിക്കും ഫലം. മനോവൈകാരികമായി പോലും ഇത് കഠിനമാണ്. ഒരിക്കലും സുരക്ഷിതത്വമല്ലാത്ത ജീവിതം, രഹസ്യമായി ജീവിക്കുക, എല്ലാ ദിവസവും മരണത്തിനും രക്ഷയ്ക്കും ഇടയിലൂടെ തീരുമാനങ്ങൾ എടുക്കുക, ഇത് മനസ്സിനെ തകർക്കും. യഥാർത്ഥ ജീവിതത്തിലെ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ, എക്സ്ട്രീം അത്ലറ്റുകൾ, പാർക്കൂർ പ്രാക്ടീഷണർമാർ എന്നിവർക്ക് സ്ഥിരമായ പരിക്കുകളും വേദനകളും സാധാരണമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സാമ്പത്തിക വശം നോക്കാം. ഓരോ പോരാട്ടങ്ങൾക്ക് ശേഷവും സ്യൂട്ട് തകരും. ആ സ്യൂട്ട് വീണ്ടും നിർമ്മിക്കുന്നതിനും നശിച്ചു പോകുന്ന ഉപകരണങ്ങൾ വീണ്ടും നിർമ്മിച്ചെടുക്കുന്നതിനും ഓരോ മാസവും ധാരാളം ചിലവ് വരും. കുറ്റവാളികളെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസ്തി നഷ്ടം നിയമപരമായി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ കേസാകും. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണ്. അവസാനം കോടതിയിലാണ് മുഴുവൻ സമയവും ചിലവഴിക്കേണ്ടി വരിക. സാമൂഹികമായി നോക്കിയാലും സ്ഥിരമായി കള്ളം പറയേണ്ടത് ബന്ധങ്ങളിൽ അകൽച്ച, ഒറ്റപ്പെടൽ എന്നിവയ്ക്കെല്ലാം കാരണമാകും. ഇരട്ട ജീവിതം നയിക്കുന്നവരിൽ നിരാശയും മാനസിക സമ്മർദ്ദവും കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ രാത്രികളിൽ കുറ്റവാളികളുമായി പോരാടാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളുടെ മനഃശാസ്ത്രം പോലും അസാധാരണമാണ്. പലപ്പോഴും ട്രോമയോ സേവിയർ കോംപ്ലക്സോ ആയിരിക്കും ഫലം. എന്നാൽ ഈ കഴിവുകൾ ശാസ്ത്രീയപരമായി സൃഷ്ടിക്കുവാൻ സാധിക്കുമോ? ഇന്ന് ഗെക്കോ ഇൻസ്പയർഡ് ഗ്ലൗസുകളുണ്ട്. ഗ്ലാസ് മതിലുകളിൽ മനുഷ്യൻ്റെ ഭാരം പിടിക്കുവാൻ ഇതിന് സാധിക്കും. MIT ഇതിനായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൃത്രിമ സ്പൈഡർ സിൽക്ക്, ബോൾട്ട് ത്രെഡ്സ് പോലുള്ള കമ്പനികൾ ബാക്ടീരിയകളെ ജനിതകമായി എഞ്ചിനീയർ ചെയ്ത് സിൽക്ക് പ്രോട്ടീൻ നിർമ്മിക്കുകയാണ്. എക്സോസ്കെലിറ്റൻ സ്യൂട്ടുകൾ സൈന്യം പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. മനുഷ്യൻ്റെ പ്രതികരണ സമയം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസുകൾ, ന്യൂറോലിങ്ക് പോലുള്ള പ്രൊജക്റ്റുകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കണ്ട് ആരാധിച്ചിട്ടുള്ള ഈ സ്പൈഡർമാനെ പോലെ തന്നെ ഒരാളെ സൃഷ്ടിക്കുവാൻ ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്പൈഡർമാൻ്റെ കഥയും അത്രയ്ക്ക് മനോഹരമാണ്. കാരണം അത് ശാസ്ത്രത്തെയും കൽപ്പനകളെയും ഒരുമിച്ച് ചേർക്കുന്നു. അവൻ ശക്തിയെക്കുറിച്ച് മാത്രമല്ല, ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വന്തം വേദനയിലൂടെയും നല്ലത് ചെയ്യുവാനുള്ള മനുഷ്യൻ്റെ പോരാട്ടം തന്നെയാണ്
പീറ്റർ പാർക്കറിനെ നമ്മുടെ നെഞ്ചോട് ചേർത്തത്. അവസാനമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സ്പൈഡർമാൻ എന്നത് വെറും സൂപ്പർ ഹീറോയല്ല, മനുഷ്യരുടെ കൽപ്പനാശക്തിയുടെ പരമാവധി പ്രതിഫലനമാണ്. ഒരു കടിയിലൂടെ ശക്തനായിത്തീരുന്ന മനുഷ്യൻ. അത് ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ അസാധ്യമായാലും അതിന് പിന്നിലെ ആശയം അത്ഭുതകരമാണ്. മനുഷ്യൻ എപ്പോഴും തൻ്റെ പരിമിതികൾ മറികടക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തനിക്കില്ലാത്ത ശക്തികൾ അവൻ സ്വപ്നം കാണുന്നു. താൻ ഒരിക്കലും എത്തിച്ചേരാനാകാത്ത ഉയരങ്ങളിലേക്ക് പറക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം പറയുന്നത് മറ്റൊന്നാണ്. ശക്തി ലഭിക്കുന്നത് വികിരണത്തിലൂടെയോ കടിയിലൂടെയോ അല്ല, അത് ലഭിക്കുന്നത് ധൈര്യത്തിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയുമാണ്. പീറ്റർ പാർക്കറിനെ ഹീറോ ആക്കിയത് അവൻ്റെ ശക്തിയല്ല, അവൻ ആ ശക്തി എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ്. ഗ്രേറ്റ് പവർ കമ്മിങ് ഫ്രം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന വാചകം അത് ശാസ്ത്രത്തേക്കാൾ മഹത്തരമായൊരു സത്യം പറയുന്നു. യഥാർത്ഥ സ്പൈഡർമാനെ ഉണ്ടാക്കുവാൻ ശാസ്ത്രം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗെക്കോ ഗ്ലൗസുകൾ, കൃത്രിമ സിൽക്ക് എക്സോസ്യൂട്ടുകൾ, ന്യൂറൽ ലിങ്കുകൾ. പക്ഷേ ഇതിനുമപ്പുറം മനുഷ്യൻ ഇപ്പോഴും ഏറ്റവും വലിയ മാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. തൻ്റെ ഉള്ളിലെ നല്ല മനുഷ്യൻ ഉണരാനുള്ള മാറ്റത്തിനായി. അതിനാൽ ചോദ്യം ഇതാണ്: ഒരു റേഡിയോ ആക്റ്റീവ് ചിലന്തി നിങ്ങളെ കടിച്ചാൽ നിങ്ങൾ ഹീറോ ആകുമോ എന്നതല്ല, മനുഷ്യൻ തൻ്റെ ഉള്ളിലെ ഇരുട്ടിനെ തോൽപ്പിച്ച് സ്വന്തം സമൂഹത്തിനായി നല്ലത് ചെയ്യുവാൻ ധൈര്യം കാണിക്കുമോ എന്നതാണ്. കാരണം അതാണ് യഥാർത്ഥ സൂപ്പർ പവർ. ശക്തിയല്ല, മനുഷ്യത്വം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.